നമസ്കാരം. കാശ്മീർ വിഷയം എന്നും വിവാദങ്ങളുടെ തീച്ചൂളയിലാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിന് മേൽ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് പാകിസ്ഥാനിലേത്. കാശ്മീരിലെ അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണെന്ന വസ്തുത ലോകത്തിനറിയാം. ഈ സാഹചര്യത്തിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രം തീരുമാനിച്ചതും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീർ വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. 2014 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് പൂർണ്ണ സംസ്ഥാന പദവി ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിന്. പിന്നീട് കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ജമ്മു കാശ്മീരിനെ വിഭജിച്ചു. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിഘടനവാദികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. 1987 മുതൽ തുടർച്ചയായി ജനാധിപത്യ പ്രവർത്തനങ്ങൾ ബഹിഷ്കരിച്ചവരാണ് ഇത്തവണ മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇത് മാത്രമല്ല, തീവ്രവാദി അഫ്സൽ ഗുരുവിന്റെ സഹോദരൻ ഇജാസ് ഗുരുവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഇതിനായി മുൻ വിഘടനവാദികൾ തെഹ്രീക്കെ ആവാം എന്ന രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ചു കഴിഞ്ഞു. നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ 4 മുൻ നേതാക്കൾ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പുൽവാമ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ ജമാഅത്തെ ഇസ്ലാമി നേതാവ് തലത് മജീദ്, കുൽഗാം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സായാർ അഹമ്മദ് റേഷി, ദേവ്സർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നസീർ അഹമ്മദ് ഭട്ട് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. പാർലമെന്റ് ആക്രമണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭീകരൻ അഫ്സൽ ഗുരുവിന്റെ സഹോദരൻ ഇജാസ് ഗുരുവും വടക്കൻ കശ്മീരിലെ സോപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഇസ്ലാം മതപണ്ഡിതൻ സർജൻ ബർക്കത്തി ഉൾപ്പെടെ 36 സ്ഥാനാർത്ഥികളുടെ പട്ടിക അധികൃതർ തള്ളിയിട്ടുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി 279 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ 244 പേരുടേത് സ്വീകരിച്ചതായും പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ജയിലിൽ കഴിയുകയാണ് സർജൻ അഹമ്മദ് ബർക്കാത്തി. കൂടാതെ ദേവസർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഡോക്ടർ ബാരി നായിക്കിന്റെ നാമനിർദ്ദേശ പത്രികയും തള്ളിയിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയ 5 ജില്ലകൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ ജില്ലകളുടെ പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നടത്തിയത്. ഇതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം 7 ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതായിരുന്നു ഭരണഘടനയിലെ 370 അനുച്ഛേദം. ഇതുപ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമല്ല. മറ്റ് നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുവാദം വേണം. പൗരത്വം, ഭൂവുടമസ്ഥാവകാശം, മൗലികാവകാശങ്ങൾ എന്നിവയിലെല്ലാം ഇത് ബാധകമായിരുന്നു. അന്യസംസ്ഥാന സ്വദേശികൾക്ക് ഇവിടെ ഭൂമി വാങ്ങാനോ സർക്കാർ ജോലികൾ നേടാനോ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനോ അവകാശമില്ലായിരുന്നു. ഈ ആർട്ടിക്കിൾ റദ്ദാക്കിയതിനു ശേഷം നടത്താൻ പോകുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.